എടോ വിജയ എന്ന് വിളിച്ച് CPM-കാരെ സ്ഥിരം അടിച്ചിരുത്താറുമുണ്ട്. പിണറായി വിജയനെതിരെ ഇത്രത്തോളം വെല്ലുവിളി നടത്തിയിട്ടുള്ള മറ്റൊരു UDF നേതാവില്ല. അയാൾക്കൊപ്പം ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന ചില കുറിപ്പുകൾ ചിലർക്കൊക്കെ കുറിക്കുകൊള്ളുന്ന മറുപടികളാണ്. മാങ്കൂട്ടം ആർമിക്ക് ആവേശം പകരുന്നവയാണ് ആ കുറിപ്പുകൾ. ഒരു കുറിപ്പിട്ടാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് 10,000-കണക്കിന് പേരും ലക്ഷക്കണക്കിന് പേരും കാണുകയും ചർച്ചയാക്കുകയും ചെയ്യാറുമുണ്ട്. എന്നാൽ ഇത്തവണത്തെ ഒരു പോസ്റ്റ് അത് പാളിപ്പോയി. കോൺഗ്രസ് UDF-കാർ തന്നെ പോസ്റ്റിന് താഴെ രാഹുൽ മാങ്കൂട്ടത്തെ തിരുത്തിക്കൊണ്ട് കമന്റുകൾ ഇടുന്നു. സാധാരണ CPM-കാരാണ് രാഹുലിന്റെ പോസ്റ്റിന് താഴെ വന്ന് കൊലവിളി നടത്തുന്നത്. ഇവിടെ UDF-കാർ വലിയ പൊട്ടിത്തെറി നടത്തുന്നു. ഇവരെ നേരിടാൻ രാഹുൽ മാങ്കൂട്ടം ആർമിയും ഇറങ്ങിയിരിക്കുന്നു. എന്താണ് കൈവിട്ടുപോയ ആ പോസ്റ്റ് എന്ന് നോക്കാം. അതിനുശേഷം വിശദമായി ചിലത് ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും ഈ നവോത്ഥാനത്തിന്റെ ചരിത്രം എന്ന് AP അനിൽകുമാറിന്റെ ചിത്രം പങ്കുവെച്ച് രാഹുൽ ഒരു കുറിപ്പിട്ടത്. നമ്മുടെ ചരിത്രം നമ്മൾ തന്നെ പറയും, നമ്മുടെ ശബ്ദം നമ്മുടെ ഭാവി തീരുമാനിക്കും. ഇങ്ങനെ കുറിച്ചുകൊണ്ട് പിന്നെ ഒരു നീണ്ട കുറിപ്പും കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: പ്രിയപ്പെട്ട UDF സഹപ്രവർത്തകരോടാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ പല നല്ല കാര്യങ്ങളും നമ്മൾ പറയാതെയും പ്രചരിപ്പിക്കാതെയും ഇരുന്നതിൻ്റെ തിക്ത അനുഭവമാണ് കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ വിജയൻ സർക്കാർ. ആ അബദ്ധം നമുക്ക് VD സതീശൻ സർക്കാരിൽ ഉണ്ടാകരുത്. ഇന്നലെ വകുപ്പ് വിഭജനം പൂർത്തിയായി. ഇത്രയും നേരമായിട്ടും സാംസ്കാരിക നായകർ ഉറക്കത്തിലായതുകൊണ്ട് നമ്മൾ തന്നെ പറയേണ്ട ഒരു ചരിത്രമുണ്ട്. ഓർക്കുന്നില്ലേ, 2021 ശ്രീ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാകുമ്പോൾ അതെന്തോ കേട്ടുകേൾവിയില്ലാത്ത വിപ്ലവമാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷം അവതരിപ്പിച്ചത്. ഇതാ ഒരു ദളിത് നേതാവിന് ഞങ്ങൾ പട്ടികജാതി വകുപ്പല്ലാതെ ഒരു വകുപ്പ് കൊടുത്തേ എന്ന തമ്പ്രാൻ മനോഭാവമുള്ള PR ആയിരുന്നു അന്ന്. ചാനലുകളിൽ അന്തിച്ചർച്ചകൾ, സമൂഹ മാധ്യമങ്ങളിൽ കവിതകൾ. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? മന്ത്രിസഭയിൽ പിണറായി വിജയനോളം സീനിയറായ രാധാകൃഷ്ണന് ദേവസ്വം പോലെ പോർട്ട്ഫോളിയോയിലും ബജറ്റ് വിഹിതത്തിലും വളരെ താഴെയുള്ള ഒരു വകുപ്പ് കൊടുത്ത് ഒതുക്കി. റിയാസിനെ പോലെ ഒരു തുടക്കക്കാരന് PWDയും ടൂറിസവും കൊടുത്തിട്ടാണ് രാധാകൃഷ്ണനോട് ഇത് ചെയ്തത് എന്നോർക്കണം. എന്നാൽ ഇപ്പോൾ VD സതീശൻ മന്ത്രിസഭ നോക്കൂ. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള വകുപ്പുകളിലൊന്നായ റവന്യൂ വകുപ്പ് നൽകിയിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് AP അനിൽകുമാറിനാണ്. ഒരു കാലത്ത് ഈ നാട്ടിലെ മണ്ണിന്റെ മുകളിൽ അവകാശമില്ലാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് വന്ന മനുഷ്യൻ ഈ നാടിന്റെ നികുതി പിരിക്കുന്ന വകുപ്പിന്റെ തലവനാകുന്നു. ഇതല്ലേ യഥാർത്ഥ നവോത്ഥാനം? മല്ലികാർജുന ഖാർഗെയുടെ പാർട്ടിക്കല്ലാതെ മറ്റാർക്കാണ് ഈ വിപ്ലവ തീരുമാനം എടുക്കാൻ കഴിയുക? 2001 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്ത് ഇന്ന് വരെ തുടർച്ചയായി 6 തവണ ആ മണ്ഡലം നിലനിർത്തുന്ന ശ്രീ അനിൽകുമാറിനും ഈ 6ാം തവണ 47,939 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വണ്ടൂർ ജനതയ്ക്കും അഭിവാദ്യങ്ങൾ. വണ്ടൂരിന്റെ MLA, ഞങ്ങളുടെ അനിയേട്ടൻ, ഇനി നാടിന്റെ റവന്യൂ മന്ത്രി. നവോത്ഥാനം പൊള്ളയായ വാക്കിലല്ല, പ്രവൃത്തിയിലാണ്. ശ്രീ VD സതീശനും ദേശീയ നേതൃത്വത്തിനും നന്ദി. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ആ ഒരു കുറിപ്പ്. ഇതിൽ ചർച്ചയാക്കാനും UDF, കോൺഗ്രസ്, ലീഗ് കൂട്ടർ പൊട്ടിത്തെറിക്കാനും മാത്രം എന്താണുള്ളത് എന്ന് ചോദിക്കാം. അതിന് ആ കമന്റ് സെക്ഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഉൾപാർട്ടി പോരും ഗ്രൂപ്പ് പോരും വലിച്ചു പുറത്തിട്ടാണ് പലരും കമന്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. CPM-നെ അടിച്ചിരുത്താൻ ഒന്നാക്കാൻ രാഹുൽ പങ്കുവച്ച പോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ അവർക്ക് തിരിച്ചടിച്ചു. രാഹുലെ കൂടുതൽ വെളുപ്പിക്കാൻ നിൽക്കരുതേ എന്നാണ് പലരും വിമർശിക്കുന്നത്. ഇത് നവോത്ഥാനം കാണിക്കലല്ല, KC-യുടെ പെട്ടി താങ്ങിയായതുകൊണ്ട് അനിൽകുമാറിന് കിട്ടിയ ലോട്ടറിയാണെന്ന് പച്ചയ്ക്ക് വിമർശനം. കോൺഗ്രസിന്റെ UDF-ന്റെ എക്കാലത്തെയും ശാപമായ ഗ്രൂപ്പ് കളികൾ പൊളിക്കാൻ സതീശൻ പണിപ്പെടുമ്പോൾ സഹായിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുതെന്ന് രാഹുലിന് വിമർശനം. അതായത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ആ ഒരു പോസ്റ്റ് അയാൾക്ക് തന്നെ തിരിച്ചടിച്ചു. ഇതോടുകൂടി രാഹുലിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് പലരും കമന്റുകൾ ഇടാൻ തുടങ്ങി. എന്നാൽ ഇത്തരത്തിൽ രാഹുലിനെ വിമർശിച്ച് കമന്റ് ഇടുന്നവരോട് യുദ്ധം ചെയ്യാൻ രാഹുൽ ആർമിയും ഇറങ്ങി. അങ്ങനെ ഒരു കൂട്ടയടി അവർക്കിടയിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്കും വകുപ്പ് വിഭജനത്തിനും വേണ്ടി പൊരിഞ്ഞ അടിയാണ് UDF-ൽ നടന്നത്.
സതീശന് മുഖ്യമന്ത്രി കസേര കൊടുത്താൽ വകുപ്പുകൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ഹൈക്കമാൻഡിൽ KC വെച്ച ഡീലാണ് എന്നുള്ള സംസാരം ഇപ്പോഴുമുണ്ട്. അങ്ങനെ മികച്ച മന്ത്രി കസേരകളെല്ലാം KC വേണുഗോപാൽ പക്ഷക്കാർ തൂക്കി. ബാക്കി വന്നത് RC ഗ്രൂപ്പും ചോദിച്ചു. സതീശൻ പക്ഷക്കാർക്ക് നിരാശയായിരുന്നു. KCയുടെ ഗ്രൂപ്പ് മാനേജരായതിന്റെ ഗുണമല്ലാതെ എന്ത് ക്വാളിറ്റിയാണ് അനിൽകുമാറിനുള്ളതെന്ന് UDFകാർ തന്നെ ചോദിക്കുമ്പോൾ പോസ്റ്റിട്ട രാഹുലിനും ഉത്തരം മുട്ടുന്നു. അതായത് കൂട്ടത്തിലുള്ളവർ തന്നെയാണല്ലോ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ രാഹുൽ മറുപടി പറഞ്ഞേ മതിയാകൂ. ഇതിൽ ഏറ്റവും വലിയ പൊട്ടിത്തെറി രാഹുൽ മാങ്കൂട്ടവും KCയുടെ പക്ഷത്തേക്കാണോ ചായുന്നത് എന്ന് ചിലർ പച്ചയ്ക്ക് ചോദിക്കുന്നു. നിങ്ങൾ പാർട്ടിക്കൊപ്പമാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. ഗ്രൂപ്പ് കളിയെ ന്യായീകരിക്കാൻ വന്നാൽ എടുത്തെറിയും, ഓർത്തോ. ഇത് അന്തം കമ്മി അടിമകളല്ല, അണികൾ പ്രതികരിക്കും. പണ്ടത്തെ കാലമല്ല. രാഹുൽ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കുമെന്ന് മാങ്കൂട്ടത്തിന് ചിലർ കൊടുക്കുന്ന മറുപടികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിക്കാനുള്ളത്, പൊളിച്ചു കളയാറായില്ലേ രാഹുലെ ഈ ജാതി? ഈ പോസ്റ്റ് കണ്ടപ്പോൾ പരമ പുച്ഛമാണ് തോന്നിയത്. UDFന്റെ കോൺഗ്രസിന്റെ നേതൃത്വമെങ്കിലും ഈ ജാതി പറച്ചിലും അതിന്റെ മേന്മ പറച്ചിലും പൊളിച്ചു കളയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നിങ്ങളും നിരാശപ്പെടുത്തി. SC വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ ഞങ്ങൾ മന്ത്രിയാക്കിയേ എന്ന് വിളിച്ചു കൂവുന്നത് തന്നെ അല്പത്തരമാണ്. മുൻപ് CPM സർക്കാർ കാലത്ത് K രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് കൊടുത്തിട്ട് അത് വിളിച്ചു കൂവിയ പിണറായി കൂട്ടരോടും പുച്ഛമാണ് തോന്നിയത്. ഒരാളെ അയാളുടെ ജാതി കൊണ്ടല്ല കഴിവ് കൊണ്ട് അടയാളപ്പെടുത്താൻ ഏത് കാലത്ത് കേരളം പഠിക്കും? എങ്ങനെ പഠിക്കാനാണ്? കേരളം എങ്ങനെ മാറാനാണ്? ഭരണത്തിലിരിക്കുന്നവർ പോലും ജാതി വേർതിരിവുകൾ കാണിക്കുന്നവർ, അത് വിളിച്ചു കൂവാൻ മടിയില്ലാത്തവർ. പുച്ഛമാണ് നിങ്ങളോടൊക്കെ തോന്നുന്നത്, പരമ പുച്ഛമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന വലിയൊരു മണ്ടത്തരവും കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. മല്ലികാർജുന ഖാർഗെയുടെ പാർട്ടിക്കല്ലാതെ മറ്റാർക്കാണ് ഈ വിപ്ലവ തീരുമാനം എടുക്കാൻ കഴിയുക എന്ന്. കൊടി പിടിച്ചും തെരുവിൽ അടികൊണ്ടും ചോര തുപ്പിയും മുദ്രാവാക്യം വിളിച്ചും ഈ പ്രസ്ഥാനത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ച ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയുമാണ് കോൺഗ്രസ് UDF പാർട്ടി. അല്ലാതെ അങ്ങ് തലപ്പത്ത് സോണിയ, രാഹുൽ, പ്രിയങ്ക, പിന്നെ മല്ലികാർജുൻ ഖാർഗെ ഇവരുടെ തറവാട്ട് വകയല്ല. ഇന്നും ഒരു കുടുംബാധിപത്യം തുടരുന്നതാണ് തുടരെയുള്ള കോൺഗ്രസ് തോൽവിക്ക് കാരണമെന്ന് ഏത് കാലത്ത് നിങ്ങളൊക്കെ മനസ്സിലാക്കും. അത് മനസ്സിലാക്കുന്ന കാലത്ത് ഈ കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് തിരികെ വരും. രാഹുൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയുള്ള കോൺഗ്രസുകാരുടെ വിമർശനങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് കോൺഗ്രസുകാർ, പ്രവർത്തകർ, അണികൾ തന്നെ ഈ പാർട്ടിയെ തിരുത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കമന്റ് ബോക്സ്. കഴിയുന്ന എല്ലാവരും ഇതിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ആ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ വായിക്കണം. ഇത് CPMകാരോ അല്ലെങ്കിൽ BJPക്കാരോ വന്ന് വിമർശിക്കുന്നതല്ല. കോൺഗ്രസുകാർ തന്നെ ഒരു കോൺഗ്രസുകാരൻ്റെ പോസ്റ്റിന് താഴെ വിമർശനം ചൊരിയുന്നതാണ്. നിങ്ങൾ തിരുത്തണമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്. ആ കമന്റുകൾ നമുക്കൊന്ന് നോക്കാം. സംഗതി അഭിനന്ദനീയമാണെങ്കിലും ഗ്രൂപ്പ് വീതം വെപ്പിൽ പ്രബല ഗ്രൂപ്പ് മാനേജർ പോസ്റ്റായി കിട്ടിയതാണെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാം, ഇനിയുള്ള കാലം പൊതുജനം എല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന ബോധം പോസ്റ്റ് ഇടുന്നതിന് മുന്നേ ചിന്തിച്ചാൽ പിന്തുണ കുറയില്ല. രാഹുലിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വലിയ ഡെക്കറേഷനൊന്നും വേണ്ട രാഹുലെ, KCയുടെ പെട്ടി താങ്ങി. അല്ലാതെ VT ബൽറാമിനും ചാണ്ടി ഉമ്മനും ഇല്ലാത്ത എന്ത് യോഗ്യതയാണ് അനിൽകുമാറിനുള്ളതെന്ന് ചിലർ ചോദിക്കുന്നു. KC പവറിൽ നേടിയത് KC പവറിൽ വെളുപ്പിക്കുന്നു. അതായത് രാഹുലും ഷാഫിയും ഒക്കെ KCയുടെ ഗ്രൂപ്പിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന് പച്ചയ്ക്ക് ചിലർ പറയുകയാണ്. അധികം ഡെക്കറേഷനൊന്നും വേണ്ട, KCയുടെ പെട്ടി തൂക്കി. രാഹുൽ, നീ ആ അനിൽകുമാറിനോട് പറയ്, സതീശനെ വേണുഗോപാലിന്റെ വർത്തമാനം കേട്ട് പിന്നിൽ നിന്ന് കുത്തിയാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും. നിന്റെയൊക്കെ ഗ്രൂപ്പ് കളി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. KC ഗ്രൂപ്പ് അത്ര മതി, ഒരുപാട് വെളുപ്പിക്കല്ലേ സഹോ. KC വേണുഗോപാലിനെ കുറിച്ച് താങ്കൾ ഒരുപാട് പറഞ്ഞു. അദ്ദേഹം വലിയ നേതാവാണ്, ഡൽഹി രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുള്ള ആളാണ് എന്നൊക്കെ. അതിലാരും തർക്കിക്കുന്നില്ല.